ഹലോ, ഇന്ന് നമ്മുടെ സെക്കൻഡ് മോഡ്യൂളിൽ അടുത്ത പോർഷൻ എന്ന് പറയുന്നത് എന്താണ് ആക്ഷൻസ്, അതുപോലെ തന്നെ എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ്, അതുപോലെ എന്താണ് സ്റ്റിഫ്നെസ് മെത്തേഡ്, എന്താണ് ഫ്ലെക്സിബിലിറ്റി മെത്തേഡ്, വാട്ട് ഈസ് സ്റ്റിഫ്നെസ് ആൻഡ് വാട്ട് ഈസ് ഫ്ലെക്സിബിലിറ്റി, അതൊക്കെയാണ് നമുക്കിനി പഠിക്കാനുള്ളത്. കുറച്ച് തിയറി പോർഷൻസ് ആണ്, അതൊക്കെയാണ് നമുക്കിനി പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പം ആക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ആക്ഷൻ എന്ന് പറയുമ്പോൾ ഫോഴ്സാണ് ആക്ഷൻ്റെ മീനിങ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഫോഴ്സസിനാണ് ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സിസ്റ്റം, ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയാണ്, അതാണ് അതിൻ്റെ ആക്ഷൻസ്. അത് എക്സ്റ്റേണൽ ആക്ഷൻസും ഉണ്ട്, അതുപോലെ തന്നെ ഇൻറ്റേർണൽ ആക്ഷൻസും ഉണ്ട്. ഓക്കെ, എക്സ്റ്റേണൽ ആക്ഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് അതിനകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, എക്സ്റ്റേണലി അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് അല്ലെങ്കിൽ അതിലെ മൊമെൻറ്റ്, അതൊക്കെയാണ് അതിൻ്റെ എക്സ്റ്റേണൽ ആക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ ഇൻറ്റേർണൽ ആക്ഷൻ എന്ന് വെച്ചാൽ ഈ എക്സ്റ്റേണൽ ആക്ഷനെ കൊണ്ട് ഈ ബോഡിയിൽ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സസ് അല്ലെങ്കിൽ ആക്ഷൻസ്, ഇൻറ്റേർണലി ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സസ്, അതായത് ഷിയർ ഫോഴ്സ്, ബെൻഡിങ് മൊമെൻറ്റ്, അതിന് ട്വിസ്റ്റിംഗ് മൊമെൻറ്റ്, അതൊക്കെയാണ് അതിൻ്റെ എന്ത് വരിക, ഇൻറ്റേർണൽ ആക്ഷൻ. അപ്പോൾ എന്താണ് ആക്ഷൻ എന്ന് വെച്ചാൽ ആക്ഷൻ denote ചെയ്യുന്നത് is most commonly a single force or a couple. External actions are combination of forces and couples, that is force and moment etc. And internal actions are bending moment, shear force, twisting moment etc. അതാണ് ആക്ഷൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫിഗറുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് ഡിസ്പ്ലേസ്മെൻറ്റ്. എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വെച്ചാൽ ആ ഒരു എക്സ്റ്റേണൽ ഫോഴ്സിനെ കൊണ്ട് ആ ഒരു ബോഡിയിലുണ്ടാവുന്ന ചേഞ്ച്, അല്ല ബോഡിയിലുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? ഡിസ്പ്ലേസ്മെൻ്റ് ആണ് അതിൻ്റെ, അതായത് റൊട്ടേഷൻ അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ, ആ ബോഡിയിലുണ്ടാകുന്ന ഡിഫ്ലക്ഷൻ ആണ് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫോഴ്സാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ, ഒരു യൂണിറ്റ് ലോഡാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അതുകൊണ്ട് ബോഡിക്ക് എന്താണ് ഉണ്ടാകുന്നത്? ഒരു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഉണ്ടാകുന്നത്, അല്ലേ? ഒരു ഡിഫ്ലക്ഷനാണ് ഉണ്ടാകുന്നത്. ആ ഡിഫ്ലക്ഷൻ നമ്മൾ ഡിഫ്ലക്ഷൻ വിളിക്കും, അല്ലെങ്കിൽ ട്രാൻസ്ലാക്ഷൻ വിളിക്കും. അപ്പോൾ ഇവിടെ ഒരു ഫിഗർ ഉണ്ട്, അത് നോക്കുക. അതിലൊരു ഫോഴ്സ് ഉണ്ട്, വെർട്ടിക്കൽ ഫോഴ്സ്, ഡൗൺവേർഡ് ഫോഴ്സ്. അതുകൊണ്ട് ഇവിടെ ഈ ഒരു കാൻറ്റിലിവർ ബീമിന് ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടാവും, ഡെൽറ്റ. ആ ഡിഫ്ലക്ഷനെ നമ്മൾ ട്രാൻസ്ലേഷൻ ഓർ ഡിഫ്ലക്ഷൻ ഡി എന്ന് ഡിനോട്ട് ചെയ്യും. അപ്പോൾ അതാണ് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്, ആ ഡിഫ്ലക്ഷൻ ഡെൽറ്റ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, നമ്മുടെ ഈ കാൻറ്റിലിവർ ബീമിൽ ഒരു ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരാമെന്ന് പറഞ്ഞു? എക്സ്റ്റേണൽ ആക്ഷൻസും വരാം, അതായത് എക്സ്റ്റേണൽ ആക്ഷൻ എന്ന് പറയുമ്പോൾ ഫോഴ്സും വരാം, മൊമെൻറ്റും വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മൊമെൻറ്റിനെ കൊണ്ട് എന്ത് ടൈപ്പ് ഓഫ് ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടാവുക? മൊമെൻറ്റ് കൊണ്ട് അതിന് റൊട്ടേഷൻ അല്ലെങ്കിൽ സ്ലോപ്പാണ് ഫോം ചെയ്യുക, മൊമെൻറ്റിനെ കൊണ്ട്. അപ്പോൾ ഈ മൊമെൻറ്റ് എമ്മിനെ കൊണ്ട് അവിടെ ഫോം ചെയ്യുന്ന സ്ലോപ്പ് അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ, സ്ലോപ്പ് അല്ലെങ്കിൽ റൊട്ടേഷൻ തീറ്റയാണ് വേറൊരു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം ഉണ്ടാവാം, ഡിഫ്ലക്ഷനും ഉണ്ടാവും, അതുപോലെ തന്നെ എന്തുണ്ടാവും, റൊട്ടേഷനും ഉണ്ടാവും. ഓക്കെ, അപ്പം ഒരു ആക്ഷൻ എന്ന് വെച്ചാൽ എന്താണെന്ന് മനസ്സിലായില്ലേ? ആക്ഷൻ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഫോഴ്സസ് ആൻഡ് ഇൻറ്റേർണൽ ആക്ഷൻസ് എന്ന് പറയും. ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിൽ ഒന്നുകിൽ ഡിഫ്ലക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ റൊട്ടേഷൻ ആവാം, അതായത് ട്രാൻസ്ലേഷൻ ആവാം, അല്ലെങ്കിൽ സ്ലോപ്പ് ആവാം. അപ്പോൾ ഒരു ബീമിൽ ഒരു ലോഡ് മാത്രമേ, അല്ലെങ്കിൽ ആ ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യണ്ടൂ. എന്നാൽ ഇവിടെ ഒരു ബീം കൺസിഡർ ചെയ്യാം, ഒരു കാൻറ്റിലിവർ ബീം. അവിടെ A1 A2 A3 എന്ന് പറയുന്ന 3 ലോഡുണ്ട്, അല്ലേ? A1 ആൻഡ് A2 ഫോഴ്സും A3 എന്ന് പറയുന്ന മൊമെൻറ്റുമാണ്. അപ്പോൾ നമുക്ക് ഈ ആക്ഷനും ഡിസ്പ്ലേസ്മെൻറ്റിലേക്ക് ഇക്വേഷൻ ഫോം ചെയ്യാൻ, നമുക്ക് എങ്ങനെയാണ് ഫോം ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കേസിൽ ഈ A1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റിനെ നമ്മൾ D1 എന്ന് ഡിനോട്ട് ചെയ്തു. ഇനി A2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റിനെ നമ്മൾ D2 എന്ന് ഡിനോട്ട് ചെയ്തു. ദെൻ A3 എന്ന് പറയുന്നത് എന്താണ്? മൊമെൻ്റാണ്. ആ മൊമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് ഏതാണ് ഉണ്ടാവുക? മൊമെൻറ്റിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വെച്ചാൽ റൊട്ടേഷൻ അല്ലെങ്കിൽ സ്ലോപ്പാണ് ഉണ്ടാവുക. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ റൊട്ടേഷൻ അല്ലെങ്കിൽ സ്ലോപ്പ് നമ്മൾ D3 എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായില്ലേ? A1 കറസ്പോണ്ടിങ് ആയിട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായി, അത് D1, ഡിഫ്ലക്ഷൻ ഉണ്ടായി D1. A2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഫ്ലക്ഷൻ D2. A3 എന്ന് പറയുന്ന മൊമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുണ്ടാകുന്ന റൊട്ടേഷനാണ്, അത് D3 എന്ന് ഡിനോട്ട് ചെയ്തു. ഇനി നമുക്ക് ഈ ഓരോ, അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് ആക്ഷൻസിൻ്റെ നൊട്ടേഷൻ എങ്ങനെ ചെയ്യാൻ നമ്മൾ നോക്കുന്നത്. ഇനി നമുക്ക് ഓരോ ഫോഴ്സും ഇതിൽ സിംഗിളായിട്ട് കൺസിഡർ ചെയ്യുക. ഓരോ ഫോഴ്സിനെ A1 മാത്രം കൺസിഡർ ചെയ്യുക, ദെൻ A2 മാത്രം കൺസിഡർ ചെയ്യുക, ദെൻ A3 മാത്രം കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ നമ്മുടെ A1 മാത്രം കൺസിഡർ ചെയ്യുക. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന ഫിഗർ. A1 എന്ന് പറയുന്ന ഫോഴ്സ് മാത്രം കൺസിഡർ ചെയ്യുക. അപ്പോൾ A1 എന്ന് പറയുന്ന ഫോഴ്സ് മാത്രം കൺസിഡർ ചെയ്യുമ്പം നമുക്ക് A1 എന്ന് പറയുന്ന പൊസിഷനിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ
നേരത്തെ പഠിച്ചു A1 എന്ന് പറയുന്ന പൊസിഷനിൽ ഉണ്ടാകുന്ന ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് D1 ആണ്. ഓക്കെ, ഇനി A1 എന്ന് പറയുന്ന ഫോഴ്സിനെ കൊണ്ട് മാത്രം ഈ A1 എന്ന് പറയുന്ന പൊസിഷനിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് D11 എന്ന് വിളിക്കാം. ഓക്കെ, ഇനി A1 എന്ന് പറയുന്ന ഫോഴ്സിനെ കൊണ്ട് A2 എന്ന് പറയുന്ന പൊസിഷൻ സെക്കൻഡ് പൊസിഷനിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റിനെ നമുക്ക് D21 എന്ന് വിളിക്കാം. ഓക്കെ, അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് D21. ഓക്കെ, ഇനി A1 എന്ന് പറയുന്ന പോയിന്റിൽ ലോഡ് ആക്ട് ചെയ്യുന്നതുകൊണ്ട് ഈ തേർഡ് പൊസിഷനിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് D31 എന്ന് വിളിക്കാം. ഓക്കെ, മനസ്സിലായില്ലേ? അതായത് A1 എന്ന് പറയുന്ന പൊസിഷനിൽ ഉണ്ടാകുന്ന ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് D1 ആണ്. അത് A1 എന്ന് പറയുന്ന ഫോഴ്സിനെ കൊണ്ടുണ്ടാവുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് പ്ലസ് A2 എന്ന് പറയുന്ന ഫോഴ്സിനെ കൊണ്ടുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് പ്ലസ് A3 എന്ന് പറയുന്ന ഫോഴ്സിനെ കൊണ്ടുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് സം ആയിരിക്കും. ഓക്കെ, ഇനി A2 എന്ന് പറയുന്ന പൊസിഷനിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് D2 അത് ഏതിൻ്റെയൊക്കെ സമ്മായിരിക്കും? A1 എന്ന് പറയുന്ന പൊസിഷനിൽ A1 എന്ന് പറയുന്ന ലോഡ് ആക്ട് ചെയ്യുന്നത് കൊണ്ട് D2 എന്ന് പറയുന്ന സെക്കൻഡ് പൊസിഷനിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് പ്ലസ് A2 എന്ന് പറയുന്ന ലോഡ് ആക്ട് ചെയ്യുന്നതുകൊണ്ട് സെക്കൻഡ് പൊസിഷനിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് പ്ലസ് A3 എന്ന് പറയുന്ന ലോഡ് ആക്ട് ചെയ്യുന്നതുകൊണ്ട് സെക്കൻഡ് പൊസിഷനിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, അതിൻ്റെയൊക്കെ സമ്മായിരിക്കും. അതുപോലെ തന്നെ D3യും വരിക. നമുക്കത് ഓരോന്നായിട്ട് കൺസിഡർ ചെയ്യുന്നതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ A1 എന്ന് പറയുന്ന ഫോഴ്സ് മാത്രം കൺസിഡർ ചെയ്യുക. അപ്പോൾ A1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് D11, A2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് D22, A3 ആണെങ്കിൽ D31 എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞത്. D11 എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? D11 എന്ന് പറഞ്ഞത് ഡിസ്പ്ലേസ്മെൻറ്റ് കറസ്പോണ്ട് A1 ഇൻ ദ ബീം ഈസ് ഡിനോട്ടഡ് ബൈ D11. ഫസ്റ്റ് സബ്സ്ക്രിപ്റ്റ് ഇൻഡിക്കേറ്റ് ദാറ്റ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് കറസ്പോണ്ടിങ് ടു ആക്ഷൻ A1. Second subscript indicate that the cause of displacement is action A1. Similarly, displacement correspond to A2 is denoted by D21. Okay, first D11 എന്ന് പറയുന്നതിൽ ഫസ്റ്റ് സബ്സ്ക്രിപ്റ്റ് 1 എന്ന് പറയുന്നത് D11ൻ്റെ അകത്ത് 1 എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത് എന്തിനാണ്? പൊസിഷനാണ്. ഏത് പൊസിഷനിലാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്നത്. ഇനി സെക്കൻഡ് സബ്സ്ക്രിപ്റ്റ് ഡിനോട്ട് ചെയ്യുന്നത് ഏത് ലോഡിനെ കൊണ്ടാണ്? കോസ് ഓഫ് ആക്ഷൻ. ഏത് കോസാണ്, ഏത് ലോഡാണെന്ന് ഉദ്ദേശിക്കുന്നത്, ഏത് ലോഡിനെ കൊണ്ടാണ് ആ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ D21 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? D21 എന്ന് പറയുമ്പോൾ സെക്കൻഡ് പൊസിഷനിലെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഫസ്റ്റ് സബ്സ്ക്രിപ്റ്റ് 2 അല്ലേ, അപ്പോൾ പൊസിഷൻ സെക്കൻഡ്, അടുത്തതോ 1 ആണ്. 1 എന്ന് വെച്ചാൽ എവിടെയാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്? ലോഡ് ഫസ്റ്റിലാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ ലോഡ് ആക്ട് ചെയ്യുന്നതുകൊണ്ട് സെക്കൻഡിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണ് D21. മനസ്സിലായില്ലേ? ഫസ്റ്റത്തത് പൊസിഷനെ ഡിനോട്ട് ചെയ്യുന്നത്, സെക്കൻഡ് എവിടെയാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് സബ്സ്ക്രിപ്റ്റ് ഇൻഡിക്കേറ്റ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് പൊസിഷൻ, സെക്കൻഡ് സബ്സ്ക്രിപ്റ്റ് ഇൻഡിക്കേറ്റ് ആക്ഷൻ, ദ ആക്ഷൻ വിച്ച് പ്രൊഡ്യൂസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്. അതാണ് ആക്ഷൻ വിച്ച് പ്രൊഡ്യൂസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്, അതാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി അങ്ങനെ A1 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ A2 മാത്രം കൺസിഡർ ചെയ്യുക. A2 മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെയാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്, A2 എന്ന് പറയുന്ന ലോഡ്. അപ്പോൾ ഇവിടെ A2 എന്ന് പറയുന്ന ലോഡ് ആക്ട് ചെയ്യുമ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സെക്കൻഡ് പൊസിഷനിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്, ലോഡ് ആക്ട് ചെയ്യുന്നത് സെക്കൻഡ് പൊസിഷനിൽ തന്നെ, പിന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് സെക്കൻഡ് പൊസിഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റിന് ലോഡ് ആക്ട് ചെയ്യുന്നത് സെക്കൻഡ് പൊസിഷനിൽ തന്നെ. അപ്പോൾ നമുക്ക് D22 എന്ന് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് D22. ഇനി ഈ ഫസ്റ്റ് പൊസിഷനിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് ആണെന്ന് നോക്കാം. ഫസ്റ്റത്തെ നമ്മൾ പൊസിഷനാണ്. ഏതാ പൊസിഷൻ? ഫസ്റ്റ് പൊസിഷനിൽ. എവിടെയാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്? ഈ സെക്കൻഡ് പൊസിഷനിലാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ D12 എന്ന് പറയാം നമുക്കതിന്. ഓക്കെ, ഇനി തേർഡിൻ്റെ കേസിലോ തേർഡ് പൊസിഷനിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് ഡ്യൂ ടു ലോഡ് അറ്റ് A2. ഓക്കെ, തേർഡാണ് പൊസിഷൻ. അപ്പോൾ D3 ആണ് ഫസ്റ്റ് സബ്സ്ക്രിപ്റ്റ്. സെക്കൻഡ് സബ്സ്ക്രിപ്റ്റോ എവിടെയാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്? സെക്കൻഡിലാണ്. അപ്പോൾ D32 വരും. ഓക്കെ, സെക്കൻഡിൻ്റെ കേസിലാണ് D22 തന്നെ വരും. അതാണ് സംഭവം. ഓക്കെ, ഇനി തേർഡിലാണ് തേർഡ് മാത്രമാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ എന്താണ്? D3 എന്ന് പറയുന്ന ഫോഴ്സ് മാത്രമേ ഉള്ളൂ, അല്ല A3 എന്ന് പറയുന്ന ഫോഴ്സ് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് പൊസിഷനിൽ ഉണ്ടാകുന്നത് ഫസ്റ്റത്തെ പൊസിഷനെ ഇൻഡിക്കേറ്റ് ചെയ്യും 1. എവിടെയാണ് ലോഡ് 3ൽ, അപ്പോൾ D13. ഇനി സെക്കൻഡ് ആണെങ്കിൽ സെക്കൻഡ് പൊസിഷനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, സെക്കൻഡ് ലോഡ് ആക്ട് ചെയ്യുന്നത് തേർഡിൽ. ഇനി തേർഡ് ആണെങ്കിൽ തേർഡ് പൊസിഷനിൽ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പൊസിഷൻ തേർഡ് തന്നെ ലോഡ് ആക്ട് ചെയ്യുന്നു അവിടെ തന്നെ. അപ്പോൾ D33 വരും. ഓക്കെ, അതാണ് സംഭവം. ഇനി നമുക്ക് ഇതിനെ എല്ലാം കൂടി എന്ത് എഴുതാം? ഈ എല്ലാത്തിനും കൂടി നമുക്ക് എന്ത് പറയാൻ പറ്റും? അതായത് ഇവിടെ നോക്കുക, ഈ ഒരു ഫിഗർ നോക്കുക, ഈ ഒരു സംഭവം നോക്കുക.
A1 എന്ന് പറഞ്ഞ പൊസിഷനിലെ ഡിസ്പ്ലേസ്മെൻറ്റ് ടോട്ടൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് D1. അപ്പോൾ A1 എന്ന് പറഞ്ഞ പൊസിഷനിൽ എന്തൊക്കെ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ട്? D11 ഉണ്ട്, D12 ഉണ്ട്, D13 ഉണ്ട്. D11 എന്ന് പറയുന്നത് ഫസ്റ്റ് പൊസിഷനിൽ ലോഡ് ആക്ട് ചെയ്യുന്നതുകൊണ്ടുണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ്. D12 എന്ന് പറയുന്നത് സെക്കൻഡ് പൊസിഷനിൽ ലോഡ് ആക്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് പൊസിഷനിലുണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ്. D13 എന്ന് പറയുന്നത് തേർഡ് പൊസിഷനിൽ ലോഡ് ആക്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് പൊസിഷനിലുണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെ സമ്മായിരിക്കും D1. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. D1 ഈസ് ഈക്വൽ ടു D11 പ്ലസ് D12 പ്ലസ് D13. ഓക്കെ, അതുപോലെ സിമിലർലി D2 എന്താ വരിക? D2 വരുന്നത് എന്തായിരിക്കും? D2 വരുമ്പോൾ സെക്കൻഡ് പൊസിഷൻ നോക്കുക. D21 പ്ലസ് D22 പ്ലസ് D33. അതാണ് D21 പ്ലസ് D22 പ്ലസ് D23 എന്ന് പറയുന്നത്. D3 ആണെങ്കിലോ D31 പ്ലസ് D32 പ്ലസ് D33 എന്ന് വരും. ഓക്കെ, അപ്പോൾ D1 എന്ന് വെച്ചാൽ ഫസ്റ്റ് പൊസിഷനിലുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് ഡ്യൂ ടു ലോഡ് A1, A2 ആൻഡ് A3. D2 ആണെങ്കിൽ സെക്കൻഡ് പൊസിഷനിലെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡ്യൂ ടു ലോഡ് A1, A2 ആൻഡ് A3. D3 തേർഡ് പൊസിഷനിലുണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ് ഡ്യൂ ടു ദ ലോഡ് A1, A2 ആൻഡ് A3. ഓക്കെ, അതൊക്കെയാണ് ഇതിനാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ അല്ല ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ് ഒരു ബീമിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഈ ഡിസ്പ്ലേസ്മെൻറ്റും ഇക്വേഷനും അതുപോലെ തന്നെ ആക്ഷൻ ഇക്വേഷനും എങ്ങനെ ഫോം ചെയ്യാമെന്ന് നമുക്ക് പറയാം. അതാണ് പറയുന്നത്. ദ റിലേഷൻ ബിറ്റ്വീൻ ആക്ഷൻ ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്സ് ആർ യൂസ്ഡ് ഇൻ ബോത്ത് ഫ്ലെക്സിബിലിറ്റി ആൻഡ് സ്റ്റിഫ്നെസ് മെത്തേഡ്. ഇത് നമ്മൾ ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഫ്ലെക്സിബിലിറ്റി മെത്തേഡും ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡിലേക്കും ഇൻട്രൊഡക്ഷൻ പോലെയാണ് പറയുന്നത്. ഫ്ലെക്സിബിലിറ്റി മെത്തേഡും ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡിലേക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ആക്ഷനും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള റിലേഷൻ വെച്ചിട്ടാണ്. ഓക്കെ, നമുക്ക് എന്താണ് ഒരു സ്പ്രിങ് കൺസിഡർ ചെയ്യുന്നാൽ നമ്മൾ നേരത്തെ ഇപ്പോൾ പഠിച്ചു. അതായത് ഇവിടെ നമ്മളൊരു ലോഡ് കൊടുക്കുകയാണെങ്കിൽ, ഇവിടെ ഒരു A1 എന്ന് പറയുന്ന ലോഡ് കൊടുക്കുകയാണെങ്കിൽ ആ A1ന് കറസ്പോണ്ടിങ് ആയിട്ടുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുക? ആ ഡിസ്പ്ലേസ്മെൻറ്റ് എന്തിനായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവുക? ആ ആക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുക. അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് D ദാറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു എന്തിനായിരിക്കും? അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് അല്ലെങ്കിൽ ആക്ഷന് പ്രപ്പോർഷണൽ ആയിരിക്കും. നമുക്ക് P എന്ന് പറയാം അല്ലെങ്കിൽ A എന്ന് പറയാം, അതിന് പ്രപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ ആ പ്രപ്പോർഷണൽ മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഒരു പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന F, അത് ഇൻറ്റു A എന്ന് നമുക്ക് പറയാൻ പറ്റും. ദാറ്റ് ഈസ് D ഈസ് ഈക്വൽ ടു F ഇൻറ്റു A എന്ന് പറയാൻ പറ്റും. ഓക്കെ, D ഈക്വൽ ടു F ഇൻറ്റു A. ഈ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് Fനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഫ്ലെക്സിബിലിറ്റീനെ എങ്ങനെ എഴുതാൻ പറ്റും? ഫ്ലെക്സിബിലിറ്റി F ഈസ് ഈക്വൽ ടു D ബൈ A എന്ന് എഴുതാൻ പറ്റും. ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് F ഈസ് ഈക്വൽ ടു D ബൈ A എന്ന് എഴുതാം. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. കൺസിഡർ എ ലീനിയർ ഇലാസ്റ്റിക് സ്പ്രിംഗ്. ദ ആക്ഷൻ എ വിൽ കംപ്രൈസസ് ദ സ്പ്രിംഗ് thereby producing a displacement D at the end of the spring. The relation between A and D can be expressed by the displacement equation. D is equal to F into A. Okay, or by an action ഒന്നിക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ നമുക്ക് D ഈക്വൽ ടു F ഇൻറ്റു എന്ന് പറഞ്ഞ ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യാം, അല്ലെങ്കിൽ ആക്ഷൻ ഇക്വേഷൻ വെച്ച് ഡിനോട്ട് ചെയ്യാം. ആക്ഷൻ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ A ദാറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു D, ആക്ഷൻ പ്രപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ പ്രപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് A ഇൻറ്റു S, A ഈസ് ഈക്വൽ ടു S ഇൻറ്റു D. ഈ എസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മുടെ സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനാണ് നമ്മളെ സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് S എന്താ എഴുതാം? S ഈസ് ഈക്വൽ ടു A ബൈ D എന്ന് എഴുതാം. ഓക്കെ, F ആണെങ്കിൽ D ബൈ A ആയിരിക്കും. ഫോഴ്സ് ഇക്വേഷൻ എന്ന് പറയുന്നത്, ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് D ഈക്വൽ ടു F ഇൻറ്റു A. ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് D ഈക്വൽ ടു F ഇൻറ്റു A. പിന്നെ ആക്ഷൻ ഇക്വേഷൻ ആണെങ്കിൽ A ഈക്വൽ ടു S ഇൻറ്റു D എന്നുള്ള ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷനും അതുപോലെ തന്നെ ആക്ഷൻ ലോഡ് അല്ലെങ്കിൽ ആക്ഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ആക്ഷൻ, എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ്, അതുപോലെ തന്നെ എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ, അതുപോലെ തന്നെ എന്താണ് ആക്ഷൻ ഇക്വേഷൻ എന്നുള്ള കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് F എന്ന് പറയുന്നത് എന്താണ് നമ്മൾ പറഞ്ഞു? ഫ്ലെക്സിബിലിറ്റി. അതായത് F ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് D ബൈ A എന്നാണ്. അപ്പോൾ എന്തായിരിക്കും F ഈസ് ഈക്വൽ ടു D ആയിരിക്കും. എങ്ങനെയാകുമ്പം? A ഈക്വൽ ടു യൂണിറ്റി ആകുമ്പോൾ. അതായത് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുമ്പോൾ അപ്പോൾ എന്താണ് വരുന്നത്? ഫ്ലെക്സിബിലിറ്റി ഈസ് ഈക്വൽ ടു നത്തിങ് ബട്ട് ഇറ്റ്സ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്. എപ്പോഴുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്? വെൻ ദ ആക്ഷൻ ഈസ് ഈക്വൽ ടു യൂണിറ്റി. ഓക്കെ, അതാണ് പറയുന്നത്. ഫ്ലെക്സിബിലിറ്റി ഓഫ് ദ സ്പ്രിംഗ് ആൻഡ് ഈസ് defined as displacement produced by unit action or force. അതായത് യൂണിറ്റ് ഫോഴ്സ് അല്ലെങ്കിൽ യൂണിറ്റ് ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണ് എന്ത്? ഫ്ലെക്സിബിലിറ്റി. ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ഈ ഫുൾ ESA3 ഓർമ്മിക്കേണ്ട സാധനമാണിത്. ഫ്ലെക്സിബിലിറ്റി എന്ന് വെച്ചാൽ ഇറ്റ്സ് ആക്ഷൻ, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ്.
എപ്പോൾ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്ലെക്സിബിലിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ഡിസ്പ്ലേസ്മെൻറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ യൂണിറ്റ് ഫോഴ്സ് ഓർ യൂണിറ്റ് ആക്ഷൻ. ഓക്കെ, ദെൻ സ്റ്റിഫ്നെസ് ആണെങ്കിലോ സ്റ്റിഫ്നെസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആക്ഷൻ ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് ആക്ഷൻ ഈക്വൽ ടു എസ് ഇൻറ്റു ഡി എന്നാണ്. സോ എസ് ഈക്വൽ ടു എ ബൈ ഡി എന്നാണ്. അപ്പോൾ എന്താണ് എസ് ഈക്വൽ ടു എ, ദാറ്റ് ഈസ് സ്റ്റിഫ്നെസ് ഈസ് ഈക്വൽ ടു ആക്ഷൻസ്. എപ്പോഴും ഉണ്ടാകുന്ന ആക്ഷൻ സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് ആക്ഷൻ അല്ലെങ്കിൽ ഫോഴ്സ് ആയിരിക്കും. എങ്ങനെ ഡി ഈസ് ഈക്വൽ ടു 1 ആകുമ്പോൾ, അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് 1 പ്രൊഡ്യൂസ് ചെയ്യുന്ന ആക്ഷൻ അല്ലെങ്കിൽ ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്. Okay, stiffness of spring, S is stiffness of spring and is defined as action or force required to produce unit displacement. Action or force required to produce unit displacement. Okay, F ആണെങ്കിൽ എന്തായിരുന്നു പറഞ്ഞത്, F is defined as the displacement produced by unit force. Displacement produced by unit force ആണ് F. Okay, force required to produce യൂണിറ്റ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് സ്റ്റിഫ്നെസ്. അതാണ് ഫ്ലെക്സിബിലിറ്റിയും സ്റ്റിഫ്നെസ്സും. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത സെക്ഷൻ അടുത്തതിൽ പഠിക്കാം. ഓക്കെ, ഇനി എക്സാമിന് എപ്പോഴും ചോദിച്ചാണ്ട് ഒരു കാര്യമാണ് എന്താണ് ഇക്വിലിബ്രിയം, അതുപോലെ തന്നെ എന്താണ് കോമ്പാക്റ്റബിലിറ്റി കണ്ടീഷൻ എന്നുള്ള കാര്യം. ഓക്കെ, നമുക്കെല്ലാം കുറേ വട്ടം പറഞ്ഞിട്ടുണ്ട്. ഇക്വിലിബ്രിയം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു സ്ട്രക്ചറിൻ്റെ എന്താണ് അതിൻ്റെ ഇക്വിലിബ്രിയം കണ്ടീഷനിലാണ്. ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്താണെന്ന് പറഞ്ഞാൽ പിന്നെ എന്തൊക്കെയാണ് നമ്മൾ പറയുക, ഇക്വിലിബ്രിയം കണ്ടീഷൻ സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു സിഗ്മ എഫ് ഐ ഈക്വൽ ടു സിഗ്മ എം ഇസ് ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷനാണ് ഇക്വിലിബ്രിയം. 2D പ്രോബ്ലത്തിലാണ്. 3D പ്രോബ്ലത്തിലാണെങ്കിൽ നമ്മൾ എന്ത് പറയും, സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0, സിഗ്മ എഫ് ഐ ഇസ് ഈക്വൽ ടു 0, സിഗ്മ എഫ് സെഡ് ഡി സെഡ് ഡയറക്ഷൻ കൂടി കൺസിഡർ ചെയ്യാം, എഫ് സെഡ് ഇസ് ഈക്വൽ ടു 0. അതുപോലെ തന്നെ സിഗ്മ എം എക്സ് ഇസ് ഈക്വൽ ടു 0, സിഗ്മ എം വൈ ഇസ് ഈക്വൽ ടു 0, സിഗ്മ എം സെഡ് ഇസ് ഈക്വൽ ടു 0. ഇതാണ് അതിൻ്റെ 3D പ്രോബ്ലത്തിൻ്റെ കേസിൽ അതിൻ്റെ ഈക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറയുന്നത്. സിഗ്മ ഹൊറിസോണ്ടൽ ആണ് സിഗ്മ എഫ് എക്സ് എന്ന് പറയുന്നത്. സിഗ്മ വി ആണ് സിഗ്മ എഫ് ഐ എന്ന് പറയുന്നത്. സിഗ്മ എം ആണ് സിഗ്മ എം എക്സ് എന്ന് പറയുന്നത്. അത് 2Dൻ്റെ കേസിൽ എം സെഡ് എന്ന് പറയുന്നത്. ഇനി 3D ആണെങ്കിൽ നമ്മളതിൻ്റെ സെഡ് ഡയറക്ഷൻ കൂടി കൺസിഡർ ചെയ്തിട്ട് 6 ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെയാണ് ഇക്വിലിബ്രിയം ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദർ മേ ബി അപ്ലൈഡ് ടു any free body as an entire structure, a portion of structure, single member or a joint of the structure. Resultant of all the action, that is force and couple or both, must vanishes for static equilibrium condition. അതായത് എല്ലാത്തിൻ്റെ റിസൾട്ടൻ്റ് 0 ആയിരിക്കും ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറയുന്നത്. റിസൾട്ടൻറ്റ് ഫോഴ്സ് വെക്റ്റർ ആൻഡ് റിസൾട്ടൻറ്റ് മൊമെൻറ്റ് വെക്റ്റർ മസ്റ്റ് ബി 0. അതാണ് ഇക്വിലിബ്രിയം കണ്ടീഷൻ. പിന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർമ്മിക്കേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത്, നമ്മൾ ഈ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇക്വിലിബ്രിയം കണ്ടീഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റിഫ്നെസ് മെത്തേഡിലാണ്. ഈ സ്റ്റിഫ്നെസ് മെത്തേഡ് ബേസിക് ഇക്വേഷൻ ടു ബി സോൾവ്ഡ് ആർ ദ ഇക്വിലിബ്രിയം കണ്ടീഷൻ അറ്റ് ദ ജോയിൻറ്റ്. സ്റ്റിഫ്നെസ് മെത്തേഡിൽ നമ്മൾ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ആണ്, ഇക്വിലിബ്രിയം കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്താണ് സോൾവ് ചെയ്യുന്നതാണ് പറയുന്നത്. ഇനി അടുത്തൊരു ടേമാണ് എക്സാമിന് ചോദിക്കുന്നുണ്ട് പറയുന്നത് കേട്ടോ, ഇക്വിലിബ്രിയം എന്താ, കോമ്പാക്റ്റബിലിറ്റി. നിങ്ങൾ വായിച്ചാൽ മതി, വായിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും, വായിച്ച് പഠിക്കുക, അത്രയേ ഉള്ളൂ. കോമ്പാക്റ്റബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, കണ്ടിന്യൂറ്റി ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ത്രൂ ഔട്ട് ദ സ്ട്രക്ചർ എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ പറ്റും. കോമ്പാക്റ്റബിൾ ആയിരിക്കണം, അതായത് ആ ഒരു പെർട്ടിക്കുലർ സ്ട്രക്ചറിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്തായിരിക്കണം, അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കണം ത്രൂ ഔട്ട് ദ സ്ട്രക്ചറിൽ. അതാണ് അതിൻ്റെ എന്താ പറയുന്നത് കോമ്പാക്റ്റബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണെന്ന് ഇവിടെ വായിച്ച് നോക്കുക. ഇൻ അഡീഷൻ ടു ദ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം കണ്ടീഷൻ, ഇറ്റ് ഈസ് നെസസറി ഇൻ എനി സ്ട്രക്ചറൽ അനാലിസിസ് ദാറ്റ് ഓൾ കണ്ടീഷൻസ് ഓഫ് കോമ്പാക്റ്റബിലിറ്റി മസ്റ്റ് ബി സാറ്റിസ്ഫൈഡ്. ഇക്വിലിബ്രിയം കണ്ടീഷൻ മാത്രം പോരാ, ഇൻഡിറ്റർമിനറ്റ് സ്ട്രക്ചറിൻ്റെ കേസിൽ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോമ്പാക്റ്റബിലിറ്റി കണ്ടീഷൻ കൂടി അത് സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, അതാണ് പറയുന്നത്. Thus conditions refers to the continuity of the displacement throughout the structure and are sometimes referred to as continuity of geometry. അതായത് ഒരു സ്ട്രക്ചറിന് ത്രൂ ഔട്ട് അതിന് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ കണ്ടിന്യൂറ്റി ഉണ്ടാവും. ഡിസ്പ്ലേസ്മെൻറ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കണം എന്നാണ് പറയുന്നത്, കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കണം. ആ ഒരു കണ്ടീഷനാണ് അതിൻ്റെ കോമ്പാക്റ്റബിലിറ്റി കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കോമ്പാക്റ്റബിലിറ്റി കണ്ടീഷൻ മസ്റ്റ് ഓൾസോ ബി സാറ്റിസ്ഫൈഡ് അറ്റ് ഓൾ പോയിൻറ്റ് throughout the interior of the structure. Usually it is compactability condition at joint and the of interest. Okay, അത്ര പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എ റിജിഡ് ജോയിൻറ്റ് കണക്ഷൻ ബിറ്റ്വീൻ 2 members, ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ബോത്ത് ദ മെമ്പർ മസ്റ്റ് ബി ദ സെയിം. അതായത് ഒരു ഫ്രെയിം കൺസിഡർ ചെയ്യുക, ഇങ്ങനെ ഒരു ഫ്രെയിം വെച്ചോ. അപ്പോൾ ഈ ഒരു ഫ്രെയിമിൻ്റെ കേസിൽ എന്താണ് ഈ മെമ്പറിന് ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റും അതുപോലെ തന്നെ ഈ മെമ്പറിന് ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം എന്നാണ് പറയുന്നത്. കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്തായിരിക്കണം, രണ്ട് മെമ്പറിന് ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്
ഈക്വൽ ആയിരിക്കണം, അതാണ് പറയുന്നത്. ഓക്കെ, രണ്ട് മെമ്പറിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ആയിരിക്കണം ഒരു പെർട്ടിക്കുലർ ജോയിൻറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ അതാണ് പറയുന്നത്. റിജിഡ് കണക്ഷൻ ബിറ്റ്വീൻ ടു മെമ്പർ ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ബോത്ത് ദ മെമ്പർ മസ്റ്റ് ബി ദ സെയിം. ഓക്കെ, അതാണ് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, കണ്ടീഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ത്രൂ ഔട്ട് ദ സ്ട്രക്ചർ. എക്സാമ്പിളായിട്ട് റിജിഡ് കണക്ഷൻ ബിറ്റ്വീൻ ടു മെമ്പേഴ്സ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ മെമ്പർ ഷുഡ് ബി സെയിം. ഇനി നമ്മൾ ഫ്ലെക്സിബിലിറ്റി മെത്തേഡിലാണ് നമ്മൾ കോമ്പാക്റ്റബിലിറ്റി ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് കോമ്പാക്റ്റബിലിറ്റി ഇക്വേഷനാണ് ബേസിക് ഇക്വേഷനായിട്ട് നമ്മൾ സോൾവ് ചെയ്യുന്നത്, ബേസിക് ഇക്വേഷനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റിഫ്നെസ് മെത്തേഡിൽ നമ്മൾ ഇക്വിലിബ്രിയം ഇക്വേഷൻ യൂസ് ചെയ്യും. ഫ്ലെക്സിബിലിറ്റിയിൽ ബേസിക് ഇക്വേഷൻ സോൾവ് എന്ന് പറഞ്ഞാൽ കോമ്പാക്റ്റബിലിറ്റി ആയിരിക്കും. അതാണ് കോമ്പാക്റ്റബിലിറ്റി. അതുപോലെ തന്നെ എന്താണ് ഇക്വിലിബ്രിയം എന്നുള്ളത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ഇക്വിലിബ്രിയം കണ്ടീഷൻ, വാട്ട് ഈസ് കോമ്പാക്റ്റ്, അതുകൊണ്ടാണ് അതൊക്കെ പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്ത് നമുക്ക് എന്താണ് ഫ്ലെക്സിബിലിറ്റി, എന്താണ് സ്റ്റിഫ്നെസ് എന്ന് പറയാം. നമുക്ക് അറിയേണ്ടത് എക്സൈറ്റിൽ നമ്മൾ മെയിനായിട്ട് എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ടേമാണ് ഫ്ലെക്സിബിലിറ്റി, എന്താ സ്റ്റിഫ്നെസ് എന്ന്. ഞാൻ ഓൾറെഡി പറഞ്ഞു എന്താണ് ഫ്ലെക്സിബിലിറ്റി, എന്താണ് സ്റ്റിഫ്നെസ് എന്നുള്ള കാര്യം. ഓക്കെ, നിങ്ങളിവിടെ ഒരു കാൻഡിലിവർ ബീം ഇവിടെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നത് കൺസിഡർ ചെയ്യാം. അതിന് എൻഡിലൊരു ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട് എ. ഞാനിവിടെ വരച്ചുതരാം. ഇതാണ് കാൻഡിലിവർ ബീം, ഇതാണ് ലോഡ് എ. ആ കാൻഡിലിവർ ബീമിനെ കൊണ്ടുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്, ഇതാണ് അതിൻ്റെ ഇലാസ്റ്റിക് കർവ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റാണ് ഡി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം ഈ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു ആ ആക്ഷൻ, ലോഡിന് പ്രപ്പോർഷണൽ ആയിരിക്കും. അതായത് നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്തിട്ടുണ്ട് എന്ത് ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ. അപ്പോൾ ഈ പ്രപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി ഡി ഈക്വൽ ടു എഫ് ഇൻറ്റു എ എന്ന് പറയുന്ന ഇക്വേഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്തു. ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതിനകത്ത് ഡി ഈക്വൽ ടു എഫ് ഇൻറ്റു എ നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തു. അതിൽ നമ്മൾ പഠിക്കുന്ന ഈ എഫ് എന്ന് പറയുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. ഒരു മെമ്പറിൻ്റെ ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ എഫ് ആണ്. അപ്പോൾ നമുക്ക് ആ ഫ്ലെക്സിബിലിറ്റിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഡി ഈക്വൽ ടു എഫ് എ എന്നാണ്. സോ എഫ് ഈസ് ഈക്വൽ ടു ഡി ബൈ എ എന്ന് നമുക്ക് എഴുതാൻ പറ്റും അല്ലേ, നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പം എഫ് ഈക്വൽ ടു ഡി ആയിരിക്കും എപ്പോഴും വെൻ എ ഈക്വൽ ടു 1. അതായത് ഫ്ലെക്സിബിലിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് when flexibility is defined as displacement or deflection produced by unit load or unit action, or the displacement or deflection produced due to unit action എന്നാണ് നമ്മൾ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. ഫ്ലെക്സിബിലിറ്റി is the displacement due to unit force, അതാണ് ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത്. ഫ്ലെക്സിബിലിറ്റി is defined as the deflection produced due to unit force. ഓക്കെ, അതാണ് പറഞ്ഞത് എഫ് ഈക്വൽ ടു ഡി ബൈ എ. അതിനകത്ത് ഡി എന്ന് പറയുന്നത് എന്താണ്, അൺനോൺ ഡിഫ്ലക്ഷനാണ്. എ എന്ന് പറയുന്നത് അൺനോൺ ലോഡ്, എഫ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിലിറ്റി. അപ്പം നമുക്ക് ഫ്ലെക്സിബിലിറ്റിന് യൂണിറ്റ് ഫോഴ്സ് കൊണ്ടുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ യൂണിറ്റ് ഫോഴ്സ് കൊണ്ടുണ്ടാകുന്ന ഡിഫ്ലക്ഷൻ എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മളെ ആക്ഷൻസ് എത്ര തരത്തിലുണ്ട്. ആക്ഷന് പറയുന്നത് ഫോഴ്സും ഉണ്ട്, അതുപോലെ തന്നെ മൊമെൻറ്റും ഉണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റ് ഡിഫ്ലക്ഷനും ഉണ്ട്, റൊട്ടേഷനും ഉണ്ട് അല്ലേ. അപ്പോൾ യൂണിറ്റ് ഫോഴ്സ് കൊണ്ടുണ്ടാവുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്കെന്ത് പറയാം, യൂണിറ്റ് മൊമെൻറ്റ് കൊണ്ടുണ്ടാവുന്ന സ്ലോപ്പ് അല്ലെ റൊട്ടേഷൻ, അതിനെ നമുക്ക് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയാം. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഫ്ലെക്സിബിലിറ്റി ഈസ് ഓൾസോ ഡിഫൈൻഡ് ആസ് സ്ലോപ്പ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു യൂണിറ്റ് മൊമെൻറ്റ്. ഓക്കെ, അതായത് ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഇവിടെ സ്ലോപ്പ് ഉണ്ട് തീറ്റ, ഇവിടെ യൂണിറ്റ് മൊമെൻ്റ് ഉണ്ട് എം. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ 1 ആകുമ്പോൾ, എമ്മിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഉണ്ടാകുന്ന സ്ലോപ്പ് അല്ലെങ്കിൽ റൊട്ടേഷനെ നമുക്ക് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയാം. അപ്പോൾ ഫ്ലെക്സിബിലിറ്റിക്ക് 2 ഡെഫിനിഷൻ, ഒന്ന് തന്നെ. ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഡിഫ്ലക്ഷൻ പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു യൂണിറ്റ് ഫോഴ്സ്, ഓർ ഇറ്റ് ഈസ് ദ സ്ലോ പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു യൂണിറ്റ് മൊമെൻറ്റ്. അതാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്, എഫ് ഈക്വൽ ടു ഡി ബൈ എ. ഇനി സെക്കൻഡ് ടേമാണ് സ്റ്റിഫ്നെസ്. സ്റ്റിഫ്നെസ് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു സെയിം സംഭവം തന്നെ. ഈ കാൻഡിലിവർ ബീമിലെ ആക്ഷനെ അതുകൊണ്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് ഡി ആണ്. അപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ ചെയ്ത് ഇവിടെ നമുക്ക് ആക്ഷൻ ഇക്വേഷൻ ചെയ്ത് എ പ്രപ്പോർഷണൽ ടു ഡി ആയിരിക്കും. ദാറ്റ് ഇസ് എ ഈക്വൽ ടു പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് എസ് ഇൻറ്റു ഡി. ദിസ് എസ് ആണ് നമ്മൾ എന്ത് സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എസ് ഈക്വൽ ടു എ ബൈ ഡി വരും. എസ് ഈക്വൽ ടു എ ബൈ ഡി, അതായത് എസ് ഈസ് ഈക്വൽ ടു എ ബൈ ഡി.
എസ് അല്ലെങ്കിൽ നമുക്കതിന് എന്ത് പറയാം, സ്റ്റിഫ്നെസ്സിന് നമ്മൾ എസ് ഓർ കെ വെച്ചിട്ടും ഡിനോട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ ചില സ്ഥലത്ത് കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്, ചില സ്ഥലത്ത് എസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്, കൺഫ്യൂഷൻ ആവാൻ പാടില്ല. സ്റ്റിഫ്നെസ്സിന് നമ്മൾ എസ് എന്നും ഡിനോട്ട് ചെയ്യും, അതുപോലെ തന്നെ കെ എന്നും ഡിനോട്ട് ചെയ്യും. ഓക്കെ, എസ് ഈസ് ഈക്വൽ ടു എ ബൈ ഡി ഓർ കെ ഈക്വൽ ടു എ ബൈ ഡി. ദെൻ കെ ഈക്വൽ ടു എ ആയിരിക്കും എപ്പോൾ, ഡി ഈക്വൽ ടു 1 ആകുമ്പോൾ. അപ്പോൾ അതാണ് നമ്മളെ സ്റ്റിഫ്നെസ്. സ്റ്റിഫ്നെസ് എന്ന് വെച്ചാൽ സ്റ്റിഫ്നെസ് ഈസ് ഈക്വൽ ടു ആക്ഷൻ ആണ് വെൻ ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് യൂണിറ്റ്. അതായത് സ്റ്റിഫ്നെസ് ഈസ് ഡിഫൈനഡ് ആസ് ദി എന്താണ്, ഫോഴ്സ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് യൂണിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ്. നമുക്ക് പറയാം യൂണിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സാണ് എന്ത്, സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സ്റ്റിഫ്നെസ് ഈസ് ഡിഫൈനഡ് ആസ് ലോഡ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് യൂണിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ്. ദാറ്റ് ഇസ് കെ ഈക്വൽ ടു എ ബൈ ഡി എന്ന് നമുക്ക് എഴുതാം. നമുക്ക് എ ഈക്വൽ ടു കെ ഡി എന്ന് ആക്ഷൻ ഇക്വേഷൻ എന്ന് വിളിക്കാം. എ അൺനോൺ ലോഡ്, ഡി അൺനോൺ ഡിഫ്ലക്ഷൻ, കെ ഇസ് ദ സ്റ്റിഫ്നെസ്, കെ ഓർ എസ് ഇസ് ദ സ്റ്റിഫ്നെസ്. അല്ലെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് പറയാം, മൊമെൻറ്റ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് യൂണിറ്റ് റൊട്ടേഷൻ എന്ന് പറയാം. മൊമെൻറ്റ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് യൂണിറ്റ് റൊട്ടേഷൻ എന്നും കൂടി നമുക്ക് പറയാം. അപ്പോൾ അതാണ് ഫ്ലെക്സിബിലിറ്റിയും സ്റ്റിഫ്നെസ്. ഓക്കെ, ഒന്നും കൂടി വലച്ചു നോക്കുക. ഫ്ലെക്സിബിലിറ്റി ഈസ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, ഡിസ്പ്ലേസ്മെൻറ്റ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു യൂണിറ്റ് ആക്ഷൻ. ഓക്കെ, സ്റ്റിഫ്നെസ് ആണെങ്കിൽ ഇറ്റ് ഈസ് ആക്ഷൻ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ടു യൂണിറ്റ് ഈസ് ദ സ്റ്റിഫ്നെസ് ഈസ് ഡിഫൈനഡ് ആസ് എന്താണ്, ഫോഴ്സ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് യൂണിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, ഫ്ലെക്സിബിലിറ്റി ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു യൂണിറ്റ് ആക്ഷൻ. ഇത്രയേ ഉള്ളൂ, രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഇനി അത് നമ്മളുടെ ഫ്ലെക്സിബിലിറ്റി സ്റ്റിഫ്നെസ് നമ്മളെ റിലേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതല്ലാതെ നിങ്ങൾക്ക് റിലേഷൻ എക്സാമിന് ചോദിക്കുന്നതാണ് 5 മാർക്കിന്. അപ്പോൾ അത് വേറെ തന്നെ ഞാൻ നോട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫ്ലെക്സിബിലിറ്റി എന്താ, സ്റ്റിഫ്നെസ് എന്താണെന്ന് ചോദിച്ചാൽ ഇതുപോലെ വരച്ച് ഫിഗർ വരച്ചിട്ട് എന്താണ് ഫ്ലെക്സിബിലിറ്റി, എന്താണ് സ്റ്റിഫ്നെസ് എന്നൊക്കെ പറയാം. ദെൻ പിന്നെന്താ വേണ്ടത്, അതിനൊരു എക്സാമ്പിളും കൂടി ചെയ്യണം. ഓക്കെ, അതിൻ്റെ റിലേഷൻ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇങ്ങനെ പറയാൻ വേണമെങ്കിൽ റിലേഷൻ നമുക്കറിയാം. ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ എന്താണ്, ഡി ഈക്വൽ ടു എഫ് ഇൻറ്റു എ ആണ് അല്ലേ. ഡിസ്പ്ലേസ്മെൻറ്റ് ഡി ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു എ എന്ന് പറയാം. മെട്രിക്സ് ഫോമിലാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് മെട്രിക്സ് ഡി ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു എ, മെട്രിക്സ് എഫ് ഇൻറ്റു മെട്രിക്സ് എ. ദെൻ മെട്രിക്സ് എ ഈസ് ഈക്വൽ ടു മെട്രിക്സ് കെ ഇൻറ്റു ഡി ആണെന്ന് നമുക്കറിയാം. സോ ഇതിനകത്ത് എൻ്റെ പൊസിഷനിൽ കെ ഇൻറ്റു ഡി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഡി ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു കെ ഇൻറ്റു ഡി എന്ന് വരും. സോ ഇവിടെയുള്ള ഡിയും ഇവിടെയുള്ള ഡിയും ക്യാൻസൽ ആവും. അപ്പോൾ മെട്രിക്സ് യൂണിറ്റ് മെട്രിക്സ് ഐ ഈസ് ഈക്വൽ ടു മെട്രിക്സ് എഫ് ഇൻറ്റു മെട്രിക്സ് കെ. അതായത് എഫ് ഈസ് ഈക്വൽ ടു മെട്രിക്സ് കെ ഇൻവേഴ്സ്. അതായത് എന്ത് വരാം നമുക്ക്, മെട്രിക്സ് എഫ് ഈസ് ഈക്വൽ ടു 1/k എന്ന് വരും. 1 മെട്രിക്സ് കെ. ദാറ്റ് ഈസ് എഫ് ഈസ് ഈക്വൽ ടു എന്ത് വരാം, മെട്രിക്സ് ആണ്. മെട്രിക്സ് നമ്മൾ ഇങ്ങനെയല്ലേ എഴുതുക, ഇങ്ങനെയല്ലേ നമ്മൾ മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യുക. ഇങ്ങനെയല്ലേ നമ്മൾ മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യുക. അപ്പോൾ മെട്രിക്സ് എഫ് ഈസ് ഈക്വൽ ടു 1 മെട്രിക്സ് കെ, അല്ലെങ്കിൽ എന്താണ് മെട്രിക്സ് കെ ഇൻവേഴ്സ് എഴുതാം. ഓക്കെ, അപ്പോൾ കെ ഈസ് ഈക്വൽ ടു മെട്രിക്സ് കെ ഈസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ്. അപ്പോൾ സ്റ്റിഫ്നെസ്സും ഫ്ലെക്സിബിലിറ്റി നമ്മളെ റിലേഷൻ എന്ന് പറയുമ്പോൾ ഫ്ലെക്സിബിലിറ്റി ഈസ് ഇൻവേഴ്സ് ഓഫ് സ്റ്റിഫ്നെസ് ഓർ സ്റ്റിഫ്നെസ് ഈസ് ഇൻവേഴ്സ് ഓഫ് ഫ്ലെക്സിബിലിറ്റി. അല്ലെങ്കിൽ ഫ്ലെക്സിബിലിറ്റി സ്റ്റിഫ്നെസ്സും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടുന്നത് ഒരു യൂണിറ്റ് മെട്രിക്സ് ആയിരിക്കും, ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിരിക്കും കിട്ടുക, ഐ ആയിരിക്കും കിട്ടുക. ദിസ് മെട്രിക്സ് എഫ് ഇൻറ്റു മെട്രിക്സ് കെ ഈസ് ഈക്വൽ ടു ഐ ആണ്. അല്ലെങ്കിൽ എഫ് ഈക്വൽ ടു കെ ഇൻവേഴ്സ് ഓർ കെ ഈസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ്. അത്രയേ ഉള്ളൂ. ഞാൻ അതിനൊരു എക്സാമ്പിളായിട്ട് ഇവിടെ കാണിച്ചതാണ്. ഒരു മെമ്പർ ഉണ്ട്, ഒരു ബാറുണ്ട്, ബാറിൻ്റെ ലെങ്ത്ത് L ആണ്. ഓക്കെ, ഒരു ബാറുണ്ട്, കൺസിഡർ ബാർ ഓഫ് ലെങ്ത് L സബ്ജക്റ്റ് ടു ആക്സിയൽ ഫോഴ്സ് P അല്ലെങ്കിൽ ആക്സിയൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് P. അപ്പോൾ ആക്സിയൽ ഫോഴ്സ് Pനെ കൊണ്ട് ഈ ബാറിലുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്, അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ല അതിൻ്റെ ഇലോങ്ങേഷൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ L ആണ്. P ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഒക്കോ ഡ്യൂ ടു യൂണിറ്റ് ഫോഴ്സ് F. ദർഫോർ ലീനിയർ ഇലാസ്റ്റിക് തിയറി നമുക്കറിയാം. അതിലുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് ഡെൽറ്റ എല്ലുകൾ നിങ്ങൾ എല്ലാം പഠിച്ചിട്ടുണ്ട്. PL/AE എന്നാണ് അല്ലേ ഡെൽറ്റ എൽ എന്ന് പറയുന്നത്. നമുക്കതിൻ്റെ ഫ്ലെക്സിബിലിറ്റി എന്താ, സ്റ്റിഫ്നെസ് എന്താ നോക്കാം. ഫ്ലെക്സിബിലിറ്റി ആണെങ്കിൽ എന്താ പഠിച്ചത്, ഫ്ലെക്സിബിലിറ്റി എഫ് എന്ന് പറയുന്നത് എന്താണ്, എഫ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിലിറ്റി എഫ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിരിക്കുന്നത് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷനാണ് ഡെൽറ്റ എൽ PL/AE. എപ്പോൾ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് P ഈക്വൽ ടു 1 ആകുമ്പോൾ അല്ലേ. അപ്പോൾ എന്താ നമുക്ക് വരിക, എഫ് ഈക്വൽ ടു ഡെൽറ്റ എൽ ആണ്. ഡെൽറ്റ എൽ തന്നെ ആയിരിക്കും, പക്ഷേ എങ്ങനെയാണ് ഇവിടെയുള്ള Pൻ്റെ വാല്യൂ 1 ആയിരിക്കണം. അപ്പോൾ എന്ത് വരും, P ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ എന്ത് വരും, L/AE വരും. അപ്പോൾ ഇതിൻ്റെ ഫ്ലെക്സിബിലിറ്റി എന്നതാണ് ഇവിടെ ഉള്ളത്, ഇവിടെ കാണിച്ചിരിക്കുന്നത്.
ഡെൽറ്റ എൽ ഈക്വൽ ടു പി എൽ ബൈ എ, പി ഈക്വൽ ടു 1 ആകുമ്പോൾ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഫ്ലെക്സിബിലിറ്റി. ഡെൽറ്റ എൽ ഈക്വൽ ടു പി എൽ ബൈ എ, ഡെൽറ്റ എൽ ഈക്വൽ ടു പി ഈക്വൽ ടു 1 ആകുമ്പോൾ എൽ ബൈ എ, അതാണ് അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി. സോ ഫ്ലെക്സിബിലിറ്റി എഫ് ഈസ് ഈക്വൽ ടു എൽ ബൈ എ. ഇനി സ്റ്റിഫ്നെസ്സോ, സ്റ്റിഫ്നെസ് എന്ന് വെച്ചാൽ എന്താ നമ്മൾ വിളിച്ചത്, എസ് ഓർ കെ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് ഫോഴ്സാണ്. സ്റ്റിഫ്നെസ് എന്ന് പറയുമ്പോൾ എങ്ങനെ, ഡെൽറ്റ ഡിസ്പ്ലേസ്മെൻറ്റ് ഡി അല്ലെങ്കിൽ ഡെൽറ്റ എൽ ഈക്വൽ ടു 1 ആകുമ്പോൾ അതിൻ്റെ അതിൻ്റെ ഫോഴ്സാണ്, ആക്ഷനാണ്. ഫോഴ്സ് അല്ലെങ്കിൽ ആക്ഷനാണ് എന്ത് പറയുന്നത്, അതിൻ്റെ സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, എസ് എന്ന് പറയുന്നത് ആക്ഷനാണ്. എങ്ങനെ, ഡെൽറ്റ എൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഓർ ഡെൽറ്റ എൽ ഈക്വൽ ടു യൂണിറ്റി ആകുമ്പോൾ. ഓക്കെ, ആക്ഷൻ അല്ലെങ്കിൽ പി, എ ഓർ പി നമുക്ക് അതിനെ ഡിനോട്ട് ചെയ്യാം. അപ്പം നമുക്ക് നമ്മളെ കയ്യിൽ ഡെൽറ്റ എൽ ഈക്വൽ ടു പി എൽ ബൈ എ എന്നാണുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് പി എന്ത് എഴുതാം, പി ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ഡെൽറ്റ എൽ ബൈ എൽ എന്ന് എഴുതാം അല്ലേ. എ ഇൻറ്റു ഡെൽറ്റ എൽ ബൈ എൽ എന്ന് എഴുതാം. ഓക്കെ, പി ഈക്വൽ ടു, അതാണ് ഇവിടെ ഉള്ളത്, പി ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ഡെൽറ്റ എൽ ബൈ എൽ. നമുക്ക് പി ആണ് നമ്മളെ സ്റ്റിഫ്നെസ്, പക്ഷേങ്കിൽ എന്താണ്, ഡെൽറ്റ എൽ ഈക്വൽ ടു 1 ആയിരിക്കണം. അപ്പോൾ എന്ത് വരും, എ ഇ ബൈ എൽ എന്ന് വരും സ്റ്റിഫ്നെസ്. അതാണ് സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ എ ഇ ബൈ എൽ ആയിരിക്കും ഇതിൻ്റെ സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഡെൽറ്റ എൽ ഈക്വൽ ടു 1 ആയിരിക്കണം. ഡെൽറ്റ എൽ പി എൽ ബൈ എ 1 ആകുമ്പോൾ പി എൽ ബൈ 1 ഈക്വൽ ടു പി എൽ ബൈ എ. സോ പി ഈസ് ഈക്വൽ ടു എ ഇ ബൈ എൽ. അപ്പോൾ സ്റ്റിഫ്നെസ് കെ ഓർ എസ് ഈക്വൽ ടു എ ഇ ബൈ എൽ. സ്റ്റിഫ്നെസ്സും ഫ്ലെക്സിബിലിറ്റി എന്നുള്ള റിലേഷനാണ് അല്ലേ. എഫ് ഈസ് ഈക്വൽ ടു മെട്രിക്സ് എഫ്. മെട്രിക്സ് എന്താണ് നമ്മൾ പഠിച്ചത്, സ്റ്റിഫ്നെസ് എഫ് മെട്രിക്സ് ഈസ് ഈക്വൽ ടു മെട്രിക്സ് കെ ഇൻവേഴ്സ് എന്നാണ്. എഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്, എൽ ബൈ എ അല്ലേ. കെ എന്ന് വെച്ചാൽ എ ഇ ബൈ എൽ. അപ്പോൾ എ ഇ ബൈ എല്ലിൻ്റെ ഇൻവേഴ്സ് എന്താണ്, എൽ ബൈ എ അല്ലേ. ഓക്കെ, അതാണ് സംഭവം. അപ്പോൾ അതാണ് മെട്രിക്സ് എഫും കെയും ഇൻവേഴ്സാണ് ഉള്ളതിൻ്റെ പ്രൂഫ് പോലെ പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്ലെക്സിബിലിറ്റി എന്താ, സ്റ്റിഫ്നെസ് എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം എന്താണെന്നുള്ളത് ഈ കാര്യം എഴുതുക. ദെൻ അതിനൊരു എക്സാമ്പിൾ പോലെ ഇതുകൂടി ചെയ്യുക. ഒരു ബാറിൻ്റെ കേസിലുള്ള ഫ്ലെക്സിബിലിറ്റി കൂടി കാണുന്ന ഒരു എക്സാമ്പിൾ കൂടി ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക്